അരുതേ ജൂൺ 12 ജനിച്ചു. 1933 കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി പാർത്തു. ജർമ്മൻ പട്ടാളം ഹോളണ്ടിനെ ആക്രമിച്ചപ്പോൾ യഹൂദരായിരുന്ന ആൻഫ്രാങ്കും കുടുംബവും ഒരു സങ്കേതത്തിൽ അഭയം തേടി. 1944 ആഗസ്റ്റ് 4 നാസി പോലീസ് ഒളിത്താവളത്തിൽ മിന്നൽ പരിശോധന നടത്തിയതോടെ ആനും കുടുംബവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലായി. കാര്യം സാധ്യമെന്ന വിശ്വാസം ജാപ്പനീസുകാർക്കുണ്ടായിരുന്നു. അതുപ്രകാരം രോഗം മാറാനായി സസാക്കോ ആശുപത്രിയിൽ കിടക്കയിലിരുന്ന് കടലാസ് കൊറ്റുകളെ ഉണ്ടാക്കി. പക്ഷേ 644 കൊറ്റുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിലേക്ക് കീഴടങ്ങി. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എണ്ണം പൂർത്തിയാക്കി ആ കൊറ്റുകളെ അവൾക്കൊപ്പം ദഹിപ്പിച്ചു. പിന്നീട് സസാക്കിയെയും അവളുടെ ഒറിഗാമികളെയും ലോകസമാധാനത്തിന്റെ പ്രതീകമായി ലോകമെന്നും അറിയപ്പെടാൻ തുടങ്ങി. പരാജയപ്പെടുത്തുന്നതിനായി കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു ഇത്. ജപ്പാനിലെ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം സ്ഥാപിച്ച് B-29 ബോംബർ വിമാനമായ എനോള വെയി എന്നാണ് ലിറ്റിൽ ബോയ് എന്ന് ഓമന പേരുമുള്ള ബോംബ് വർഷിച്ചത്. യുറേനിയം 235 ഐസോടോപ്പിനെ കൊണ്ട് ആവരണം ചെയ്തു. നിർമ്മിച്ച ഈ ബോംബിന് 12500 ടൺ TNT-യുടെ ഗ്രഹണ ശേഷിയുണ്ടായിരുന്നു. സൂര്യനോട് ഉയർന്ന പൊങ്ങി തീ ജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ശാന്തരാക്കി. പർവ്വത സമാന്തരമായ പുക കൂൺ ആകൃതി 40,000 അടി വരെ ഉയർന്നു. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്? ഒരു കുഞ്ഞു രാജ്യത്തിന് തമ്മിൽ അടി വയ്ക്കാറുണ്ട്, ഉണ്ടോ ഇല്ലേ? അത് ശരിയാണോ? അല്ല. എപ്പോഴും നമ്മുടെ മനസ്സില് സമാധാനം, അതായത് ഒരാള് തെറ്റ് കാണിച്ചാല് അത് പറയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? അത് പറയുകയും ചെയ്യണം. നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ പോകരുത്, അത് പരിഹരിക്കാം. ഹിരോഷിമയുടെ മണ്ണിൽ നിന്നൊരു ഹംസഗാനമുയരുന്നു. നാഗസാക്കിയിൽ അരുമക്കിടാങ്ങളതേറ്റു പാടുന്നു. ഹിരോഷിമയുടെ മണ്ണിൽ നിന്നൊരു ഹംസഗാനമുയരുന്നു.